2025 എന്ന വർഷം കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ഏറ്റവും മോശം വർഷമാണ്. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടം വരെ ഈ വർഷം റിലീസായി. അതൊന്നും വേണ്ട രീതി ഹിറ്റായിട്ടില്ല. പ്രത്യേകിച്ച് മണിരത്നം, ലോകേഷ്, കാർത്തി സുബ്ബരാജ് ഇവരെല്ലാ പടങ്ങളെല്ലാം ഒരുമിച്ച് ഫ്ലോപ്പായിരുന്നു ഈ ഒരു വർഷം. പക്ഷേ ഏറ്റവും മോശം വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണ്, അതായത് 2024. 2024 എന്ന വർഷം തമിഴിൽ 241 പടങ്ങളാണ് റിലീസായത്. അതിൽ 223 പടങ്ങളും ഫ്ലോപ്പാണ്. 18 പടങ്ങൾ മാത്രമേ ഉള്ളൂ ബോക്സ് ഓഫീസിൽ നിന്ന് അത്യാവശ്യം കളക്ഷൻ കിട്ടിയിരുന്നത്. അതുകൊണ്ട് വളരെ മോശം വർഷമായിരുന്നു 2024. ഇതിൽ കങ്കുവൈ, ഇന്ത്യൻ ടൂവും, ഗോട്ടൊക്കെ അതിൻ്റെ അപ്ഡേറ്റും ട്രെയിലറെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് ലെവലിൽ മാത്രമേ വരുത്തുള്ളൂ. കാരണം ഇതൊന്നും അത്ര പ്രൊമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ പടമല്ല. പിന്നെ വേട്ടയാനാണ് കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ സിനിമയും ഒരു ആവറേജ് ലെവലിലോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ 2025 അങ്ങനെ അല്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു വർഷമായിരുന്നു 2025. തമിഴിലെ വലിയ വലിയ കൊമേഴ്ഷ്യൽ ഫിലിംസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളായിരുന്നു 2025 റിലീസായത്. പ്രത്യേകിച്ച് കാർത്തി സുബ്ബരാജ്, ലോകേഷ്, മണിരത്നം. 2025 തുടക്കം റിലീസായ ഒരു പടമാണ് ഗെയിം ചേഞ്ചർ എന്ന മൂവി. ഇതൊരു ശങ്കർ മൂവി ആയിട്ടല്ല ആൾക്കാർ ഈ സിനിമയ്ക്ക് കയറിയത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത് കാർത്തി സുബ്ബരാജാണ്. കാർത്തി സുബ്ബരാജിൻ്റെ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ശങ്കർ റൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗെയിം ചേഞ്ചറിൻ്റെ മൂവിക്ക്. പക്ഷേ ഒരിക്കലും അയാളൊരു സ്റ്റോറി വെച്ചിട്ട് ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് പടം വന്നിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ശങ്കറാണ്. പുള്ളി ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഒരു ആവറേജ് ലെവലിലോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. മുമ്പത്തെ പടങ്ങൾ പോലെ ഒരു അപരാധ ലെവലിലോട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ ഒരു മലങ്കട്ട ലെവലിലോട്ട് ഗെയിം ചേഞ്ചർ മാറി. പ്രതീക്ഷിച്ച ലെവലിൽ ഈ സിനിമ വന്നിട്ടില്ല. അയാളെ സ്ഥിരം ടെംപ്ലേറ്റ് തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ നോക്കി. പ്രത്യേകിച്ച് പാട്ട് സീക്വൻസും ശങ്കറിൻ്റെ സിനിമകളിൽ കാണുന്ന സ്ഥിരം സാധനങ്ങൾ തന്നെ ഈ സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് ഗെയിം ചേഞ്ചറും ഒരു ആവറേജ് ലെവലിലോട്ട് പോയി. ഫ്ലോപ്പായിരുന്നു ബോക്സ് ഓഫീസിൽ. പിന്നീട് കാർത്തി സുബ്ബരാജിൻ്റെ റെട്രോ എന്ന സിനിമ റിലീസായി. ആവറേജ് ഹൈപ്പ് വന്നൊരു പടമാണ് റെട്രോ എന്ന മൂവി. പക്ഷെ പ്രതീക്ഷ ലെവലിൽ റെട്രോ എന്ന മൂവി വന്നില്ല. ഒരു ആവറേജ് റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. ഈ സിനിമ റീസെൻ്റായിട്ട് ഇറങ്ങിയ പടങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും ഭേദമാണെങ്കിലും സിനിമയ്ക്ക് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. മുമ്പത്തെ പടങ്ങൾ ആ സ്ഥിരം ടെംപ്ലേറ്റ് തന്നെ കാർത്തി സുബ്ബരാജ് റെട്രോയിൽ കൊണ്ടുവരാൻ നോക്കി. ഒരിക്കലും പുള്ളിയുടെ പടങ്ങൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാതെയാണ്. കുറച്ചെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടൊരു മൂവി ആയിരിക്കും റെട്രോ എന്ന് പ്രതീക്ഷയുള്ളതായിരുന്നു ഞാൻ. പടം ഇറങ്ങുന്നതിന് മുമ്പേ ഒരുപാട് ഹൈ മൊമെൻറ്റ്സും തരാതെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് പോകുന്നൊരു പടമെന്നാണ് കാർത്തി സുബ്ബരാജ് പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ വെച്ച് തന്നെ ആൾക്കാർ പടത്തിന് പോയത്. പക്ഷേ ആൾക്കാർ പ്രതീക്ഷിച്ച് പോയൊരു സാധനമല്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സിനിമയുടെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് സനയുടെ മ്യൂസിക്കും പിന്നെ സൂര്യയുടെ പെർഫോമൻസും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിലാണ് സിനിമ പോയത്. സിനിമയിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ വീക്കായിട്ട് തോന്നിയത് സിനിമയുടെ വില്ലനാണ്. ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ നല്ലതുപോലെ റൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചെങ്കിലും കണ്ടിരിക്കുമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റും കൂടെ അത്യാവശ്യം നല്ലതായിരുന്നെങ്കിൽ സിനിമ അത്യാവശ്യം നല്ലൊരു പടമായിട്ട് മാറിയാണ്. തമിഴ് സിനിമയിൽ തന്നെ രണ്ട് വലിയ ലെജൻസാണ് മണിരത്നവും കമൽഹാസനും. ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കമൽഹാസൻ എന്ന ആക്ടർ എത്രമാത്രം വലിയൊരു ലെജൻഡാണെന്ന് ന്യൂ ജനറേഷൻ ഒരുപാട് മനസ്സിലാക്കി വന്നൊരു ടൈമാണിത്. കാരണം പുള്ളിയുടെ പഴയ പടങ്ങൾക്കെല്ലാം ഇപ്പോൾ കൾട്ട് ക്ലാസിക് ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ആ ലെവലിലോട്ട് ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്ക്രിപ്റ്റ് വരുന്നൊരു പടമായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ ഒരു ലെവലിലോട്ട് തഗ് ലൈഫ് എന്ന സിനിമ വന്നിട്ടില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കമൽഹാസൻ റൈറ്റ് ചെയ്തേക്കുന്നത്. മണിരത്നത്തിൻ്റെ മേക്കിങ്ങും സിനിമോട്ടോഗ്രാഫിയും പിന്നെ എ റോമൻ്റെ മ്യൂസിക്കും ഇതെല്ലാം ടോപ്പ് നോച്ചാണ് സിനിമയിൽ. പക്ഷേ സ്ക്രിപ്റ്റിലോട്ട് വന്നപ്പോഴാണ് സിനിമയുടെ വീക്ക് പോയിന്റ് തുടങ്ങിയത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കമൽഹാസൻ ഈ സിനിമയ്ക്ക് വേണ്ടി റൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പെർഫോമൻസും ഈ സിനിമയിൽ എല്ലാവരും വളരെ മോശമായിരുന്നു. സിംബുവിൻ്റെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും നല്ല അഭിപ്രായം കിട്ടിയത്. കമൽഹാസൻ ആൾസോ വളരെ മോശം പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്. ഈ വർഷം വന്നതിൽ വലിയ ഡയറക്ടേഴ്സിൻ്റെ വലിയ ഹൈപ്പ് വന്ന് വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് ഫെയിലായ ഒരു പടമാണ് തഗ് ലൈഫ് എന്ന മൂവി. പിന്നെ 2025 ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പടമായിരുന്നു കൂലി എന്ന മൂവി. എല്ലാവരും പോലെ ഒരിക്കലും രജനീകാന്ത് ആക്ടറിൻ്റെ പേരിലല്ല നമ്മൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. ലോകേഷ് കനര എന്ന ഡയറക്ടറിൻ്റെ പേരിലാണ് ഈ സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ലോകേഷിൻ്റെ പടമായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ കൂലി എന്ന സിനിമയ്ക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ലോകേഷിൻ്റെ മുമ്പത്തെ പടങ്ങൾ ആ ടെംപ്ലേറ്റ് തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ നോക്കി. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്. പിന്നെ ക്യാമിയോസ്, ഇൻട്രൊഡക്ഷൻ ഇതൊന്നും ഒട്ടും ഇമ്പാക്റ്റ് തരാതെ പോയി കൂലി എന്ന മൂവിക്ക്. ചില സീനുകളെല്ലാം കാണുമ്പോഴത്തേക്കും ഇത് ലോകേഷിനെ റൈറ്റ് ചെയ്തേക്കുന്ന സിനിമയാണോ നമ്മൾ സംശയിച്ചു പോകും. കാരണം ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫിലിം മേക്കറാണ്. അയാൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെവലിലോട്ട് ഒരിക്കലും കൂലി വന്നിട്ടില്ല. അത് നല്ല നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൂലി സിനിമയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്. ലോകേഷിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും വീക്കസ്റ്റ് മൂവിയാണ് കൂലി. പടത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പിന്നെ കുറേ ഇല്ലോജിക്കലായിട്ടുള്ള സീൻസ്. ഇതെല്ലാം കൊണ്ടാണ് ഈ സിനിമ എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്. പിന്നെ ലോകേഷിൻ്റെ സിനിമകളിൽ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം ക്യാരക്ടർ
നന്നായിട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു റൈറ്ററാണ് ലോകേഷ്. ഈ സിനിമയുടെ പുള്ളിയുടെ കോ റൈറ്ററിൻ്റെ ഒരു അഭാവം ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പുള്ളിയുടെ റൈറ്റിങ്ങിൽ. പിന്നെ ഇത്രയും ലിസ്റ്റ് പറഞ്ഞതിൽ ഇതിനകത്ത് കാച്ചു സുബ്രാൻ്റെ റെട്രോ മാത്രമാണ് കുറച്ചെങ്കിലും ഭേദമായിട്ട് എനിക്ക് തോന്നിയത്. അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല സിനിമയായിട്ട് മാറേണ്ടതാണ്.